ശക്തമായിരിക്കുന്നത് ബാധാദോഷങ്ങളാണ് ചില വ്യക്തികളുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നതെങ്കിൽ, ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥലപരമായിട്ടോ മറ്റ് ഭൂമി സംബന്ധമായോ സ്ത്രീ വിഷയങ്ങളെ കൊണ്ടോ സാമ്പത്തികപരമായിട്ടുള്ളതായ വഴക്കുകളെ കൊണ്ട് അത് അവരുദ്ദേശിച്ച് അവരെതിർ കക്ഷികൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയിലോ, ഈ ലഗ്നം ഇദ്ദേഹം ഇവിടെ നാട് വിട്ടുപോകാൻ വേണ്ടിയോ, അദ്ദേഹത്തിന്റെ തൊഴിൽ നശിക്കാൻ വേണ്ടിയോ, ഈ വീടിനെ വിട്ടുപോകാൻ വേണ്ടിയോ, അദ്ദേഹത്തിന് വശ്യമായിട്ട് വരാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തിയിലൊക്കെ ഉപദ്രവിക്കുന്ന ദോഷങ്ങളോ, അല്ലെങ്കിൽ ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങളോ, യക്ഷി രക്ഷസ് എന്നൊക്കെ പറയുന്നതായുള്ള സംഗതികളൊക്കെ ശരീരത്തിൽ ഏൽക്കുകയോ, ശക്തമായിരിക്കുന്നതായ സർപ്പ സാന്നിധ്യങ്ങളോ അതേപോലുള്ളതായ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അതിന് യാതൊരു തരത്തിലും വഴിപാടുകൾ കൊടുത്തിട്ട് ഒതുക്കാനായിട്ട് ഒരാൾക്ക് കഴിയില്ല. ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് മാത്രം നടന്ന് വഴിപാടുകൾ കൊടുത്ത് കർമ്മങ്ങൾ ചെയ്യാതെ കൊണ്ടു നടന്നാൽ ആ വ്യക്തിക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ, ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കുടുംബപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും എല്ലാം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് അതിനെ നോക്കിയറിഞ്ഞ് പ്രശ്നമുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിച്ചറിഞ്ഞ് എന്താണ് ആ ലഗ്നത്തിന്റെ ബുദ്ധിമുട്ടുകൾ, തൊഴിൽ സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ സ്ത്രീ വിഷയങ്ങളെ സംബന്ധമായിട്ടോ ഏത് തരത്തിലുള്ളതായ ദുരിതങ്ങളും, ദൃഷ്ടിദോഷത്തിലോ മറ്റോ വന്നിരിക്കുന്ന പ്രേതദോഷങ്ങളോ പ്രേതബാധകളോ ഏതാണെങ്കിൽ അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് ആ പരിഹാരത്തില് ആ മൂർത്തികളെ ആവാഹിച്ച്, പ്രേതദോഷമാണെങ്കിൽ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്കും അശേഷ പ്രതിമകളിലേക്കും അല്ലെങ്കിൽ ചതുർബാഹുവിലേക്കൊക്കെ ആവാഹിച്ച് അതിനെ തിരുനാവായ അല്ലെങ്കിൽ ഇവിടെ അടുത്ത് പഞ്ചവടിയോ അല്ലെങ്കിൽ അതേപോലെയുള്ളതായ അല്ല ഗയ, തിരുനെല്ലി ഇവിടൊക്കെ പോയിട്ട് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്ത് തിലഹോമം, ക്ഷേത്രപിണ്ഡം, സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്ത് ദുരിതങ്ങൾ തീർത്ത പ്രേതാത്മാവിനെ മോക്ഷം കൊടുത്ത് അതിന്റെ പിതൃലോകത്തേക്കോ വിഷ്ണുലോകത്തേക്കോ നമ്മൾ ആനയിക്കുമ്പോഴാണ് ആ പ്രേത ദുരിതങ്ങളൊക്കെ വിട്ടുമാറുക. സർപ്പദോഷങ്ങളാണെങ്കിൽ സർപ്പക്കാവിലേക്ക്, മറ്റേ സർപ്പപ്രതിമ, പുറ്റിമുട്ട എന്നിവയിലേക്ക് ദോഷങ്ങളെ ആവാഹിച്ച് വലിയ സർപ്പക്കാവിലേക്ക്, വലിയ വലിയ സർപ്പക്കാവിലേക്ക്, വീട്ടമ്പലത്തിലേക്ക് ആകരുത്, അവിടെ കൊടുത്ത് സർപ്പബലിയോ അല്ലെങ്കിൽ പാലുനൂർത്തി അതിൽ കൊടുക്കുമ്പോഴേ വിട്ടുമാറുള്ളൂ. അല്ലാതെ ഒരു തരത്തിലുള്ളതായ വഴിപാടുകൾ മാത്രം ചെയ്തിട്ട് ആ ബാധാദോഷത്തിനെ ഒതുക്കാനായിട്ട് ആരെ കൊണ്ട് കഴിയില്ല. അത് അങ്ങനെ ചെയ്യാച്ചെങ്കിൽ വെറുതെ ഓരോരുത്തർ പോയിട്ട് വഴിപാട് കൊടുത്ത് അങ്ങനെ നടന്നു പോകുള്ളൂ. ഇദ്ദേഹത്തിന് കൂടുതലാവും ചെയ്യും. കൂടുതലായി കഴിഞ്ഞാൽ വന്ന ഉടനെ വെച്ചാൽ നമുക്കതിനെ കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റും. ഇല്ലെങ്കിലോ കൂടുതലായി കഴിഞ്ഞ ഒരാളെ കൊണ്ടും പറ്റില്ല, അദ്ദേഹത്തിനും കൊണ്ട് കൂടെ കൂടിയിട്ടുള്ള ആൾ പോകുമോ. അപ്പോൾ വഴിപാടുകൾ, ദോഷങ്ങളോ ബാധാദോഷങ്ങളോ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ